ഇപ്പോൾ റീ റിലീസുകളുടെ കാലമാണ്. മലയാളത്തിലും തമിഴിലൊക്കെ റീ റിലീസ് ചെയ്യുന്ന സിനിമകളൊക്കെ നമുക്ക് വീണ്ടും എന്താ പറയുക ആവേശം നൽകാറുണ്ട്. അക്കൂട്ടത്തിൽ ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ദളപതി വിജയുടെ ഫേവറേറ്റ് സിനിമകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ലിസ്റ്റിൽ ഒരു സിനിമ ഉണ്ടാവും, അതാണ് ഖുഷി. എനിക്ക് തോന്നുന്നു ക്യാമ്പസുകളിൽ വിജയിനെ ഒരു എന്താ പറയുക വിജയ് ഒരു ഹരമായി മാറിയ ഒരു സിനിമയായിരുന്നു. 2000-ലാണ് ആ സിനിമ റിലീസ് ചെയ്തത്. ആ സിനിമ ഇപ്പോൾ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റീൽ കണ്ടിരുന്നു. അതിൻ്റെ സംവിധായകൻ എസ് ജെ സൂര്യ, ഇന്നത്തെ വളരെ തിരക്കേറിയ നടനാണ്. അദ്ദേഹം അന്ന് നടനായിട്ടില്ല. 25 വർഷങ്ങൾക്ക് മുമ്പ് താൻ ചെയ്ത ഒരു സിനിമയുടെ റിലീസിൻ്റെ ഒരു പ്രീമിയർ ഷോ അദ്ദേഹം കാണുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ വിജയ് ജ്യോതിക എന്ന് പറയുന്നതിലുപരി ഞാൻ ഓർത്തത് എസ് ജെ സൂര്യനെ കുറിച്ചാണ്. കാരണം നമുക്കറിയാം അദ്ദേഹം സിനിമാമോഹം മൂത്ത്, അതായത് നടനാവാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരുപാട് സെറ്റുകളിലൊക്കെ അലഞ്ഞ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊക്കെ നടന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം നടനാവാൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ അദ്ദേഹം സംവിധായകനായി. അദ്ദേഹത്തിന് ഒരു ഡേറ്റ് കൊടുത്തത് വാലി എന്ന് പറയുന്ന ഒരു സിനിമ സംഭവിച്ചു. നമുക്കറിയാം വാലി എന്ന് പറഞ്ഞാൽ അജിത്തിൻ്റെ ഒരു ഡബിൾ റോളൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. സിമ്രാൻ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സിനിമയുടെ പ്രീമിയർ ഷോയിലാണ് AM രത്നം എന്ന് പറയുന്ന പ്രൊഡ്യൂസർക്ക് എസ് ജെ സൂര്യയോട് ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഒരു ഇഷ്ടം തോന്നുന്നതും അടുത്തൊരു സിനിമ ഓഫർ ചെയ്യണം. അങ്ങനെയാണ് ഖുഷി എന്ന് പറയുന്ന ഒരു സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ഖുഷി ശരിക്ക് എസ് ജെ സൂര്യ പ്ലാൻ ചെയ്തിരുന്നത് തമിഴിലും തെലുങ്കിലും ഒരേ സമയത്ത് ഷൂട്ട് ചെയ്യാനൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അത് സംഭവിച്ചില്ല. അന്ന് വിജയിനെ ആദ്യം തന്നെ നായകനായിട്ട് ഫിക്സ് ചെയ്തു. പിന്നീട് നായികയായിട്ടന്ന് അമീഷ പട്ടേലിനെയാണ് അന്ന് പ്ലാൻ ചെയ്തത്. അമീഷ പട്ടേൽ അന്ന് സിനിമയിൽ വന്നു തുടങ്ങുന്ന ഒരു ടൈമാണ്. അങ്ങനെ അമീഷ പട്ടേൽ അന്നൊരു തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുന്നു പവൻ കല്യാണിൻ്റെ കൂടെ. അങ്ങനെ ആ സെറ്റിൽ പോയിട്ട് പവൻ കല്യാണിനോടും കഥ പറയണം, അമീഷ പട്ടേലിനോടും പറയണം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പക്ഷേ അമീഷ പട്ടേൽ ആ സിനിമ അമീഷ പട്ടേൽ അത് ചെയ്തില്ല. അങ്ങനെ നായികയായിട്ട് തമിഴിൽ ജ്യോതിക വന്നു. അപ്പോൾ വിജയ് ജ്യോതിക കോംബോ വന്നു. പവൻ കല്യാണിനോട് ഒരു 3 മണിക്കൂർ എടുത്തിട്ടാണ് കഥ പറഞ്ഞത്. പവൻ കല്യാൺ കഥ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ സമയത്ത് പവൻ കല്യാൺ ബദ്രി എന്ന് പറയുന്ന തെലുങ്ക് സിനിമയുടെ ഷൂട്ടായതുകൊണ്ട് ഇവർക്ക് തെലുങ്ക് ഖുഷി അത് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയത്. അങ്ങനെ 2000 മെയ്യിലാണ് തമിഴ് ഖുഷി റിലീസാവുന്നത്. തെലുങ്ക് 2001 ഒരു വർഷം കഴിഞ്ഞിട്ടാണ് റിലീസായത്. പക്ഷേ രണ്ടും ഹിറ്റായിരുന്നു. ഇത് കഴിഞ്ഞ് 2003 ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ട്. ഫർദീൻ ഖാനും കരീന കപൂറിനെയും വെച്ചിട്ട് എസ് ജെ സൂര്യ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു കഥ 3 ഭാഷയിലും ചെയ്യാനുള്ള ഒരു ഭാഗ്യം എസ് ജെ സൂര്യയ്ക്ക് ലഭിച്ചു. ഈ സിനിമ ശരിക്ക് തമിഴിൽ ഭയങ്കര ഹിറ്റായിരുന്നു. നമുക്കറിയാം ആ പാട്ടുകളൊക്കെ ദേവയുടെ സോങ്സൊക്കെ ഇന്നും എന്താ പറയുക ഇന്നും നമ്മൾ റീൽസിലും ഒക്കെ നമ്മൾ റെഗുലർലി കാണുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഒരുപാട് പാട്ടുകളുണ്ട് അതിൽ. പിന്നെ വിജയ് ജ്യോതിക എന്ന് പറയുന്ന ഒരു കോംബോ എനിക്ക് തോന്നുന്നു അതിന് ശേഷം തിരുമലയിലെ ആ കോംബോ നമ്മൾ കണ്ടിട്ടുണ്ട്. വേറെ അധികം കണ്ടിട്ടില്ല. പക്ഷേ നമുക്ക് ഇന്നും ഖുഷി തന്നെ മതി അവരുടെ. അപ്പോൾ ഈ തെലുങ്കിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പവൻ കല്യാണിൻ്റെ നായികയായിട്ട് ഭൂമികയായിരുന്നു. അപ്പോൾ അതിനൊരു കാരണമൊക്കെ അന്ന് എസ് ജെ സൂര്യ പറഞ്ഞിട്ടുണ്ട്. അതായത് വിജയും ജ്യോതികയും എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും അവർ ഒരു നിഷ്കളങ്കമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടിയും ഒരു ക്യൂട്ട്നെസ് എന്നൊക്കെ പറയാവുന്ന ആ ഒരു ലുക്കാണ് അവർ രണ്ടുപേർക്കും. അപ്പോൾ അവർ രണ്ടുപേരും നല്ലൊരു പെയറാണ്. പവൻ കല്യാൺ എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ ഹീറോ ഇമേജ് ആയതുകൊണ്ട് ജ്യോതിക അവിടെ ആപ്റ്റല്ല. അങ്ങനെയാണ് ഭൂമികയെ പോലത്തെ ഒരു ലുക്കുള്ള ഒരു നടീനെ അവിടെ കാസ്റ്റ് ചെയ്തത്. പിന്നെ പവൻ കല്യാണിന് വേണ്ടി കുറേ തിരുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. തിരുത്തലുകളല്ല, ആക്ച്വലി പവൻ കല്യാൺ പറഞ്ഞു ഇതിൽ 3 ഫൈറ്റ് വേണം, പവൻ കല്യാണിൻ്റെ നിർബന്ധത്തിന് കുറച്ച് സോങ്സ് വേണം. അപ്പോൾ എസ് ജെ സൂര്യക്ക് അന്ന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ആ ഭാഗം പവൻ കല്യാണിന് വിട്ടുകൊടുത്ത് ആക്ഷനും സോങ്സും ഒക്കെ പവൻ കല്യാൺ തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ചെയ്തത്. ഇതല്ല എസ് ജെ സൂര്യ അല്ലാത്ത, അതായത് ഖുഷിയുടെ തമിഴ് എന്താണോ അതിൻ്റെ ഒരു കഥ കണ്ടന്റ് കാര്യങ്ങൾ സീൻസ് മാത്രം എസ് ജെ സൂര്യ ഷൂട്ട് ചെയ്തു. ബാക്കി കാര്യങ്ങൾ ആക്ഷനും സോങ്സും ഒക്കെ പവൻ കല്യാൺ ഷൂട്ട് ചെയ്തു. പക്ഷേ എസ് ജെ സൂര്യ പറഞ്ഞു എനിക്കതിന് താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ആ പടം എല്ലാം കഴിഞ്ഞ് തിയേറ്ററിൽ കാണുമ്പോൾ തിയേറ്ററിൽ ഒരു റെസ്പോൺസ് ഉണ്ട്. അതിൻ്റെ ആദ്യത്തെ ഒരാഴ്ച പവൻ കല്യാൺ ഫാൻസ് വന്ന് ഡാൻസിനും ഫൈറ്റിനും, അതായത് എസ് ജെ സൂര്യക്ക് വേണ്ട എന്ന് മനസ്സിലുണ്ടായിരുന്ന എന്താണോ അതിനൊക്കെ കയ്യടികൾ കിട്ടുകയാണ്. അതിനിപ്പോൾ ആൾക്ക് മനസ്സിലായി ഇത് പവൻ കല്യാൺ തന്നെയായിരുന്നു കറക്റ്റ്. കാരണം തമിഴിലെ പോലെ തന്നെ എടുത്തു വെച്ചാൽ അത് ഏക്കില്ല. അപ്പോൾ പവൻ കല്യാൺ ആ പൾസ് അറിയാം, ഫാൻസിൻ്റെ ഓഡിയൻസിൻ്റെ പൾസ് അറിയാം. അങ്ങനെയാണ് അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സിനിമ ഈ പറഞ്ഞ പോലെ ഒരു ട്രെൻഡ് സെറ്റർ തന്നെയായിരുന്നു. പിന്നീട് അത് ടി വിയിലായാലും പിന്നീട് യൂട്യൂബിലും OTT-യിലൊക്കെ റിപ്പീറ്റായിട്ടൊക്കെ ആളുകൾ കാണുന്നതാണ്. എസ് ജെ സൂര്യ അതിലൊരു ക്യാമിയോ റോള് ചെറിയൊരു സീൻ ചെയ്തിട്ടുണ്ട്. എസ് ജെ പറഞ്ഞ ആ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വേറെ ആരും വിചാരിച്ച പോലെ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അഭിനയിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ആ സമയത്ത് ആ ഒരു സിനിമയിൽ അങ്ങനെ വലിയ അഭിനയിക്കണമെന്നൊന്നും താല്പര്യമില്ലായിരുന്നു. കാരണം നല്ല ഹെക്ടിക്കായിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. ഇത് കഴിഞ്ഞ് പിന്നീട് നമുക്കറിയാം അദ്ദേഹം ന്യൂ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് അദ്ദേഹം വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബൈലിംഗിലാണ്. തെലുങ്കിൽ മഹേഷ് ബാബുവാണ് ചെയ്തത്. തെലുങ്കിൽ എനിക്ക് തോന്നുന്നു നാനി എന്നെന്തായിരുന്നു അതിൻ്റെ പേര്. തമിഴ് ചെയ്തപ്പോൾ എസ് ജെ സൂര്യ തന്നെയായിരുന്നു നായകനായിട്ട് ചെയ്തത്. പിന്നീട് ഇതിൻ്റെ ഖുഷിയുടെ ഒരു സീക്വൽ ചെയ്യാനൊക്കെ എസ് ജെ സൂര്യക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ
അത് സംഭവിച്ചില്ല. എ എൻ രത്ന തന്നെയായിരുന്നു അത് ചെയ്യാൻ പ്ലാൻ ഇട്ടതൊക്കെ, പക്ഷെ അത് സംഭവിച്ചില്ല. വിജയ് വേറൊരു സിനിമയും അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഫാസിലിൻ്റെ കണ്ണുക്കൾ നിലാവ് എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ അതിൽ ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആ സിനിമ. 2 സിനിമയും കണ്ടവർക്കറിയാം. അപ്പോൾ വിജയ് അഭിനയിച്ച സിനിമകളിൽ വളരെ ബുദ്ധിമുട്ടി അഭിനയിക്കേണ്ട ഒരു ഘട്ടമായിരുന്നു. കാരണം അതൊരു വേറൊരു ക്യാരക്ടർ. അപ്പോൾ അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുന്നു, വീണ്ടും അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഒരു ക്യാരക്ടർ ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് വിജയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഈ പറഞ്ഞ പോലെ അഭിനയത്തിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഇന്നൊക്കെ നമുക്കറിയാം അറ്റ് എ ടൈം ഒരു സിനിമയ്ക്ക് ചെയ്യുന്നുള്ളൂ. അന്ന് 2 സിനിമയും 3 സിനിമയൊക്കെ ഒരേ സമയത്ത് ചെയ്യുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ സിനിമ ശരിക്കും ഏപ്രിൽ 2000 അന്ന് പ്ലാൻ ചെയ്തത്. പക്ഷേ ആ സമയത്ത് അലൈപ്പായുധയും കണ്ടുകൊണ്ടേൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ അങ്ങനെ 2 ബ്രഹ്മാണ്ഡ സിനിമകളുള്ളതുകൊണ്ട് ഇവരത് ഒരു മാസം തള്ളി മെയ്യിലാണ് റിലീസ് ചെയ്തത്. പക്ഷേ എനിക്കൊണ്ട് അലൈപ്പായുധം വിജയമായിരുന്നു, കണ്ടുകൊണ്ടേനും വിജയമായിരുന്നു. ഖുഷി എനിക്കൊണ്ട് അതിനെക്കാട്ടൊക്കെ വലിയ വിജയമായിരിക്കണം. പക്ഷേ എന്തായാലും കാരണം വിജയ് എന്ന് പറയുന്ന ഒരു നടനെ ഒരു യൂത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടിയും ഒരു കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിലൊക്കെ വളരെയധികം അവരുടെയൊക്കെ ഒരു ഹീറോ ആയി മാറിയത് ഈ ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റിലീസ് വരികയാണ്. ഇത് ഗില്ലി റിലീസ് ചെയ്ത ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുണ്ട്, അവർ തന്നെയാണ് ഈ ഒരു സിനിമയും റിലീസ് ചെയ്യുന്നത്. അവർ ഒരു ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ട് അവർ എം രത്നത്തിനൊക്കെ കൊളാബ് ചെയ്തിട്ടൊക്കെ ഒരു പോസ്റ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ അവർ ഇട്ടിരുന്നു. അപ്പോൾ എന്തായാലും ഗില്ലി നമുക്കറിയാം കേരളത്തിലും വിജയിച്ചതാണ്, അവിടെ തമിഴ്നാട്ടിലും. അത് ആ സമയത്ത് തമിഴ് സിനിമകളൊന്നും അധികം ഹിറ്റാവാതിരിക്കുന്ന, കഴിഞ്ഞ വർഷമായിരുന്നു, അധികം ഹിറ്റാവാതിരിക്കുന്ന ഒരു സമയത്താണ് ഗില്ലി റിലീസ് ചെയ്യുന്നതും. അത് ഭയങ്കരമായിട്ട് എന്താ പറയുക കോടികൾ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഖുഷിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കും വിശ്വസിക്കാം. മിക്കവാറും ഖുഷി ഇപ്പോൾ തിയേറ്ററിൽ കാണാൻ പോകുന്ന കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ജനിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ അവർക്കതൊരു വലിയൊരു ആവേശമായിരിക്കും. അന്ന് തിയേറ്ററിൽ കണ്ട് കൈയടിച്ചവർക്ക് വീണ്ടും പോവാം. ഇന്നത്തെ യൂത്തിനാണെങ്കിലും എന്തായിരുന്നു ആ ഒരു മാജിക് എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ തിയേറ്ററിൽ പോയിട്ട് അനുഭവിച്ചറിയാം.